ഹായ് ഓൾ. ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ്. ജനുവരി 23 സിനിമ റിലീസായത്. അപ്പോൾ ജനുവരി 23 തന്നെ രാത്രി 10 മണിക്ക് PVR ലുലുവിൽ പോയിട്ടാണ് ഞാൻ സിനിമ കണ്ടത്. അപ്പോൾ എൻ്റെ ഒരു ഇനീഷ്യൽ പ്രതികരണം ഞാൻ ആൾറെഡി സ്റ്റോറിയിലൂടെ അറിയിച്ചതാണ്. അതായത് എനിക്ക് വളരെ നിരാശയാണ് ഈ സിനിമ സമ്മാനിച്ചത്. അപ്പോൾ ഞാൻ സിനിമ കണ്ടതിന് ശേഷമുള്ള എൻ്റെ പേഴ്സണൽ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. താമസിച്ചതിൽ ഞാൻ ആദ്യം തന്നെ ക്ഷമ ചോദിക്കുകയാണ്. അപ്പോൾ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന സിനിമ ഗൗതം വാസുദേവ മേനോൻ, പുള്ളി നമുക്കറിയാം തമിഴിലൊക്കെ ഒരുപാട് നല്ല സിനിമകൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ആളാണ്. എന്നാൽ റീസെൻ്റായിട്ട് കുറച്ച് ഫീൽഡ് ഔട്ടിൻ്റെ വക്കിൽ നിൽക്കുന്ന ഡയറക്ടർ മലയാളത്തിലെ മെഗാസ്റ്റാർ മമ്മൂട്ടിയോടൊപ്പം ഒന്നിക്കുമ്പോൾ, അതും പുള്ളി സാധാരണയായി ചെയ്തു വരുന്ന ഒരു ജേണറുകൾക്കപ്പുറം പുതിയൊരു ഡിറ്റക്റ്റീവ് ബേസ്ഡ് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ത്രില്ലർ സിനിമ ചെയ്യുമ്പോൾ കുറച്ച് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. ആൻഡ് അതിൻ്റെ ട്രെയിലർ ടീസറൊക്കെ കണ്ടപ്പോൾ തോന്നിയതെന്ന് പറഞ്ഞാൽ ഒരു ഷെർലക് ഹോംസ് അല്ലെങ്കിൽ ആ ഒരു സീരീസ്, ആ ഒരു സിനിമകളെയൊക്കെ ആസ്പദമാക്കിയിട്ട് ചെയ്യുന്നതായിട്ട് എക്സ്പെക്റ്റ് ചെയ്താണ് ഞാൻ വെയിറ്റ് ചെയ്ത് പോയത്. പക്ഷേ എന്നെങ്കിൽ പോലും മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ ബാനറിൻ്റെ അണ്ടറിൽ ഒരു സിനിമ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. കാരണം അവർ സമ്മാനിച്ച സിനിമകളിൽ ഏകദേശം 6-7 സിനിമകളെന്തോ ആണ് അവർ 6-7 സിനിമകളെന്തോ ആണ് അവർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ ഏറ്റവും ഒടുവിൽ വന്ന ടർബോ ഒഴിച്ച് ബാക്കി എല്ലാ സിനിമകളും പേഴ്സണലി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട സിനിമയാണ്. ടർബോയും ഈ പറയുന്ന ഈ ഒരു സിനിമ ഈ ഡൊമിനിക്കുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ നല്ലൊരു സിനിമയായിട്ട് ഞാൻ പറയുള്ളൂ. അപ്പോൾ അങ്ങനെ മമ്മൂട്ടി കമ്പനിയും പിന്നെ മമ്മൂട്ടിയുടെ പെർഫോമൻസ് ഈ അടുത്ത സിനിമകളിലൊക്കെ വളരെ ഗംഭീരമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കൂട്ടുകെട്ടിലൊരു സിനിമ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കുണ്ടാകുന്ന ഒരു എക്സ്പെക്റ്റേഷൻസ്, എന്നാൽ പോലും ഒരു ചെറിയ ബഡ്ജറ്റ് സിനിമ ആയതുകൊണ്ട് ആ ഒരു രീതിക്കുള്ള ഒരു അനുഭവത്തിൽ തന്നെ ആ ഒരു ഇതിൽ തന്നെയാണ് ഞാൻ ആ സിനിമ കാണാൻ പോയത്. അപ്പം പടം തുടങ്ങി ഈ പറയുന്ന കണക്ക് ആദ്യം മമ്മൂട്ടിയെ കാണിക്കുന്നതായാലും അവിടം വരെയൊക്കെ നല്ല രീതിയിൽ നല്ലൊരു വെറൈറ്റി ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് മമ്മൂട്ടിയുടെ ഇൻട്രോയ്ക്ക് ശേഷം ഈ സിനിമ വളരെയധികം ലാഗായിട്ട്, എന്താ പറയുക, നമ്മളൊരു ബലൂണിൻ്റെ കാറ്റടിച്ചു വിട്ടാൽ അത് ഒരു ദിശയില്ലാതെ പല ഡയറക്ഷനിലേക്ക് പറന്നു പോകുന്ന പോലെയാണ് സിനിമ എഴഞ്ഞെഴഞ്ഞ് നീങ്ങിയതായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അതും 2.5 മണിക്കൂറാണ് സിനിമയുടെ ദൈർഘ്യം. ഭയങ്കര ലെങ്തി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു സിനിമ മൊത്തത്തിൽ. ആൻഡ് ഫസ്റ്റ് ഹാഫ് ആ ഒരു ഇൻ്റർവെൽ പഞ്ചില്ലാത്ത രീതിയിലാണ് ഇൻ്റർവെല്ലിൽ അവസാനിക്കുന്നത്. അതുമാത്രമല്ല, ഇതിൻ്റെ അകത്ത് എടുത്തു പറയേണ്ട അടുത്ത കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ കാസ്റ്റിങ്സ് ആണ്. ഇപ്പോൾ മമ്മൂട്ടി എന്ന് പറയുന്ന നടനാണ് ഈ സിനിമയുടെ പോസിറ്റീവ്സ്. ആദ്യം തന്നെ പറയട്ടെ, ഈ സിനിമയുടെ പോസിറ്റീവ് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി മമ്മൂട്ടിയാണ്. മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ പെർഫോമൻസ് ആൻഡ് മമ്മൂട്ടി എന്ന് പറയുന്ന നടനാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ്. ആൻഡ് മമ്മൂട്ടിയുടെ അഭിനയത്തെ പറ്റി ഞാൻ പറയേണ്ട, പുള്ളിക്ക് എന്ത് റോള് എന്നാലും പുള്ളി അത് മാക്സിമം ഡെലിവർ ചെയ്യും, ഔട്ട്പുട്ട് അത് അതിൽ കിട്ടിയിട്ടുണ്ട്. ആൻഡ് മമ്മൂട്ടിയുടെ ലുക്കായാലും അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ ചില ഫ്രെയിമുകളും കാര്യങ്ങളൊക്കെ എക്സലൻ്റ് ആയിരുന്നു. അത് മാത്രമാണ് എനിക്ക് ഈ സിനിമയിൽ നിന്ന് കിട്ടിയ ഏറ്റവും വലിയ ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് ഈ സിനിമയിൽ യാതൊരുവിധ പോസിറ്റീവ്സോ കാര്യങ്ങളോ ഒന്നും പേഴ്സണലി എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഇതിൻ്റെ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീടുള്ളത് ഗോകുൽ സുരേഷാണ്. പുള്ളി ഒരു ന്യൂട്രലായിട്ടുള്ള അഭിനയമാണ്. വളരെ നല്ലതോ അല്ലെങ്കിൽ മോശം എന്നൊന്നും പറയുന്നില്ല, ഒരു ന്യൂട്രലായിട്ടുള്ളൊരു പെർഫോമൻസാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ഉള്ള ഈ പറഞ്ഞ നമ്മുടെ പാച്ചു അത്ഭുത വിളക്കും എന്ന് പറയുന്ന അതിൽ ആ ഒരു ലേഡി, ആ ഒരു പിന്നെ അമ്മുമ്മയുടെ കഥാപാത്രം ചെയ്ത ആ പുള്ളിക്കാരിയാണ് ഇതിൻ്റെ അകത്ത് രണ്ടാമത് വരുന്നത്. ആ പുള്ളിക്കാരിയുടെ ആക്ടിങ് എനിക്ക് ഭയങ്കര, എന്താ പറയുക, ആർട്ടിഫിഷ്യലായിട്ടാണ് ഫീൽ ചെയ്തത്. ഒരു എലൈറ്റ് ക്ലാസ് ലുക്കും കാര്യങ്ങളും ഉണ്ടെങ്കിലും ഡയലോഗ് ഡെലിവറിയിലൊക്കെ വളരെ ആർട്ടിഫിഷ്യലായിട്ട് തോന്നി. പിന്നീട് വരുന്ന ഒരു തമിഴ് സ്ലാങ്ങിൽ സംസാരിക്കും. ഒരുവിധം എല്ലാവരും മലയാളം പ്രോപ്പറായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലാവാത്തത് ഇതിൽ ആക്ട്രസ് ആയാലും അവരൊക്കെ മലയാളത്തിൽ നിന്ന് പ്ലേസ് ചെയ്യാൻ എന്താണെന്ന് ഞാൻ ആലോചിക്കുന്നു. ഇനി ഗൗതം വാസുദേവ മേനോൻ ഒരു തമിഴ് ഡയറക്ടർ ആയതുകൊണ്ടാണോ എന്നറിയത്തില്ല, മലയാളം ഇവർ കഷ്ടപ്പെട്ട് പറയുന്നല്ലോ. ഒരു മലയാള സിനിമയാണ് ആലോചിക്കണം, ആ സിനിമയിൽ മലയാളം നേരെ ചൊവ്വേ സംസാരിക്കാൻ പറ്റാതെ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഒരു ഡബ്ബിങ് കൊടുക്കാൻ പറ്റാതെ അരോചകമായിട്ടാണ് ഓരോ ഡയലോഗ്സും ഫീൽ ചെയ്തത്. എന്തിനു പറയുന്നു, പുകവലി അർബുദത്തിന് കാരണമാകുന്നു, പുകവലി ആരോഗ്യത്തിന് ഹാനികരം എന്ന് പറയുന്ന ആ ഒരു നോട്ട് പോലും ഈ പറഞ്ഞ നായികയെ കൊണ്ടാണ് പറയിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അവർക്കത് ക്ലിയറായിട്ട് മലയാളം കൺവേ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ കാണുന്ന പ്രേക്ഷകർക്ക് ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് പേഴ്സണലി അങ്ങനെ ഫീൽ ചെയ്തു. ആൻഡ് ആ നടിയുടെ പെർഫോമൻസ് ടുവേഴ്സ് ദ എൻഡൊക്കെ വളരെ ഒട്ടും കൺവിൻസിങ് ആയിരുന്നില്ല. അങ്ങനെ കാസ്റ്റിങ്ങിൽ ഭയങ്കര പാളിച്ചു വന്നു. പിന്നീട് ഷൈൻ ടോം ചാക്കോ പറയുന്ന കാര്യങ്ങളാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല, ഡയലോഗ്സ് ഒന്നും തീരെ ക്ലിയർ അല്ല. ഈ അടുത്തായിട്ട് കുറേ സിനിമകളിൽ എനിക്ക് ആ ഒരു പ്രശ്നം ഫീൽ ചെയ്തു. ഡബ്ബിങ് എന്താ പറയുക, സബ് ടൈറ്റിൽ കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ഷൈൻ ടോം ചാക്കോ. അപ്പോൾ ഷൈൻ ടോം ചാക്കോ ചെറുതായിട്ട് വന്നു പോകുന്നുണ്ട്, സിദ്ദിഖ് വരുന്നുണ്ട്, ഒരു കഥയില്ലാതെ പോലെ ജസ്റ്റ് വരുന്നു പോകുന്നു. അങ്ങനെ ഒരു കണക്ഷൻ ഇല്ല സിനിമയിൽ. ത്രൂ ഔട്ട് ഒരു കണക്ഷൻ ഇല്ലാതെ എങ്ങനെയോ ഒരു സ്ക്രിപ്റ്റ്. ഇതിൻ്റെ സ്ക്രീൻ പ്ലേ ഭയങ്കര വീക്കാണ്, വെറും ആണ്, വെറും പ്ലെയിൻ സ്ക്രീൻ പ്ലേ ആണ്, യാതൊന്നും ഇതിലില്ല.
ശരിക്കും ഇത് ഇങ്ങനൊരു സിനിമ മമ്മൂട്ടി ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നോ എന്ന് ഞാൻ ആലോചിച്ച് പോവാണ്. കാരണം കരിയറിൽ ഇത്രയും പീക്കിൽ നിൽക്കുന്ന സമയത്ത് പോലും ഇങ്ങനത്തെ സിനിമകൾ എടുത്തു വെച്ച് പുള്ളി വീണ്ടും പുള്ളിയുടെ ഗ്രാഫ് താഴ്ത്തിയ പോലെ എനിക്ക് ഫീൽ ചെയ്തു. ആ ഒരു ഫിലിം വിന്നിങ് സ്ട്രീക്ക് നോക്കുകയാണെങ്കിൽ. അപ്പോൾ മൊത്തത്തിൽ പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുവാണെങ്കിൽ സെക്കൻഡ് ഹാഫിൽ ഒരു ടുവേർഡ്സ് ദി എൻഡ്, അതായത് പടം ഏകദേശം ഞാൻ 10:10 ലുലുവിൽ ഷോ ഉണ്ടായിരുന്നത്. അപ്പോൾ 10:25 ആയപ്പോഴാണ് സിനിമ തുടങ്ങിയത്. ഏകദേശം ഒരു 12:30 ആയപ്പോഴത്തേക്ക് ഈ പറയുന്ന കണക്ക് ഫസ്റ്റ് മോർണിംഗ് റിവ്യൂസിലൊക്കെ ഞാൻ കണ്ടത് ഇതിൻ്റെ ക്ലൈമാക്സ് ഭയങ്കര ഗംഭീരമാണ്, അതിൻ്റെ അവസാനത്തെ 30 മിനിറ്റ്സ് ഭയങ്കര തീയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ക്ലൈമാക്സ് എങ്ങനെയുണ്ട് നോക്കാം. അങ്ങനെ ക്ലൈമാക്സ് നോക്കാൻ വേണ്ടി ഈ പറയുന്ന സിനിമയുടെ അവസാനത്തേക്ക് നമ്മൾ പോകുമ്പോഴത്തേക്കും അവസാനത്തെ ഒരു 30 മിനിറ്റാണ് ഇതിൻ്റെ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രഡിക്റ്റബിൾ ആണ്, കൈൻഡ് ഓഫ് പ്രഡിക്റ്റബിൾ തിങ് ആണ്. പക്ഷേ അതിനൊരു കൗണ്ടർ ട്വിസ്റ്റ് വരുന്നുണ്ട്. ഈ പ്രഡിക്റ്റബിലിറ്റിയുടെ അവസാനം ഒരു ചെറിയ കൗണ്ടർ ട്വിസ്റ്റ് വരുന്നുണ്ട്. ആ ഒരു കൗണ്ടർ ട്വിസ്റ്റ് വാസ് ഗുഡ്. പക്ഷേ അതുപോലും ആ സിനിമയുടെ ഗ്രാഫിനെ ഉയർത്താൻ പറ്റിയില്ല എന്നുള്ളതാണ് എനിക്ക് ഭയങ്കര സങ്കടകരമായ ഒരു കാര്യം. ആൻഡ് അതിൻ്റെ ലോജിക്കും തീരെ കൺവിൻസിങ് ആയിരുന്നില്ല ഒരു പരിധി വരെ. അത് ഞാൻ പറയുന്നില്ല, സ്പോയിലറായി പോകുന്നതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ പിന്നീട് ഇത് സിനിമ മൊത്തത്തിലൊരു ഭയങ്കര നെഗറ്റീവ് വൈബായിരുന്നു. ഒരു എന്താ പറയുക, ഒരു ബിലോ ആവറേജ് ആണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത്. ആൻഡ് സോങ്സ് ഒക്കെ ആയാലും എനിക്ക് തീരെ കൺവിൻസിങ് ആയിട്ട് തോന്നിയില്ല. ആകെ മമ്മൂട്ടിയുടെ ഈ പറഞ്ഞ കണക്കുള്ള കോസ്റ്റ്യൂംസ്, മമ്മൂട്ടിയുടെ ലുക്ക്, മമ്മൂട്ടിയുടെ വാക്ക്, അങ്ങനത്തെ കുറച്ച് ഷോട്ടുകൾ മാത്രമാണ് ഈ സിനിമയിൽ ഔട്ട്പുട്ടായിട്ട് എനിക്ക് പേഴ്സണലി കിട്ടിയത്. അപ്പോൾ ഗൗതം വാസുദേവ മേനോൻ ആൾറെഡി ഫീൽഡ് ഔട്ട് ആയ ആൾ മലയാളത്തിൽ വന്ന് വീണ്ടും നമ്മുടെ ഒരു മെഗാസ്റ്റാറിനെ ഒരുമാതിരി എന്താ പറയുക, പുള്ളിയുടെ ഒരു പ്രൊഡക്ഷൻ കമ്പനിയും എന്തൊക്കെയോ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് എടുത്ത ഒരു സിനിമയാണ്. പക്ഷേ ഒന്നും ഒരു ഔട്ട്പുട്ട് പ്രോപ്പറായിട്ട് ഡെലിവർ ചെയ്യാതെ നമ്മളെ പ്രേക്ഷകരെ നിരാശപ്പെടുത്തി വിടുന്ന ഒരു കാഴ്ചയാണ് എനിക്ക്. ഞാൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരുപാട് പേര് തമ്മിൽ പറയുന്നത് ഞാൻ കേട്ടു, ഇതാണോ വലിയ സിനിമ എന്നുള്ളത്. പക്ഷേ ഗംഭീരമായ PR വർക്ക് ഈ സിനിമയ്ക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു PR വർക്കിൻ്റെ പേരിൽ ആൾ കയറി കാണുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഈ പറഞ്ഞ കളക്ഷൻസ്, കാരണം ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും അടുത്തൊരു പോസിറ്റീവ് തോന്നിയത് ഈ സിനിമ കംപ്ലീറ്റ് ഒരു കൊച്ചിയുടെ റേഡിയസിൽ ഷൂട്ട് ചെയ്തതാണ്. പനമ്പള്ളി നഗർ, ഇടപ്പള്ളി, അല്ലെങ്കിൽ മറ്റേ പാലാരിവട്ടം, കലൂര് പോലത്തെ സ്ഥലങ്ങളിലാണ് കൂടുതൽ ലൊക്കേഷൻസ് ഞാൻ കണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബഡ്ജറ്റ് വളരെ ലോ ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ലോ ബഡ്ജറ്റ് സിനിമ എന്നുള്ള രീതിയിൽ ചിലപ്പം കളക്ഷൻസ് എത്തി ഒരു വിജയത്തിലേക്ക് വരുന്നെങ്കിലും സിനിമ എന്നുള്ള രീതിയിൽ ഈ സിനിമ ഒരു പരാജയമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. എൻ്റെ അഭിപ്രായമാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞ കണക്ക് 230 രൂപ കൊടുത്ത് സിനിമ കണ്ട എൻ്റെ അഭിപ്രായം ഷെയർ ചെയ്യുന്നതാണ്. ചിലപ്പം വേറൊരാൾക്ക് വേറെ രീതിയിലായിരിക്കും. നമ്മുടെ അഭിപ്രായം പറയുന്നതിൽ യാതൊരുവിധ വിഷമവും കാണിക്കേണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം അങ്ങനെയാണ് എനിക്ക് പറയാനുള്ളത്. അതിനപ്പുറത്തേക്ക് ഈ സിനിമയിൽ യാതൊന്നും എനിക്ക് പേഴ്സണലി കണ്ടില്ല. ഇനിയിപ്പോൾ മമ്മൂട്ടിയുടെ അടുത്ത വരാനിരിക്കുന്ന സിനിമകൾ ഇതിൽ നിന്ന് നല്ലതായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ മമ്മൂട്ടി കമ്പനി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കുറച്ച് പ്രതീക്ഷയുള്ള, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ ടീമാണ്. അവരുടെ ഒരു ബാനറിലൊരു സിനിമ വരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ വളരെ എക്സ്പെക്റ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു എക്സ്പെക്റ്റേഷൻസ് അവർ ഇനി അടുത്ത സിനിമകളിൽ കാത്തു സൂക്ഷിക്കാൻ അവർക്ക് പറ്റട്ടെ. അപ്പോൾ ഇതാണ് എനിക്ക് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന സിനിമയെ പറ്റി പറയാനുള്ളത്, എൻ്റെ അഭിപ്രായങ്ങൾ. അപ്പം നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിന് വിപരീതമായ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിലോ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, ഞാൻ നോക്കുന്നതായിരിക്കും. താങ്ക് യു.